അത്ലറ്റിക്സിലൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്പൊ എന്തായിരുന്നു ചോദ്യം? ഇങ്ങോട്ട് വാ. എന്തായിരുന്നു ചോദ്യം? നിങ്ങൾ ആരും ശ്രദ്ധിക്കില്ല. നിങ്ങളുടെ കുഴപ്പം എന്താ വെച്ചാല്, ആ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉടനെ പറയാൻ പറ്റണം ആ ചോദ്യത്തിലേ കുഴപ്പമുണ്ട്. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ആലോചിക്കും? പാടില്ല. ഞാൻ പറഞ്ഞ ഓരോ വാക്കും ശ്രദ്ധിക്കുക. ഒന്ന് വായിക്കോർക്കെ. Does learning co-curricular activities helps improving our thoughts? ലേണിംഗ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീസിൽ ലേണിംഗ് ഇല്ല. മനസ്സിലാവേണ്ട പറഞ്ഞത്. അതുകൊണ്ട് അതെങ്ങനെ മാറ്റാം? Does co-curricular activities helps improving our thoughts? 100% യെസ്. ആൻസർ ഈസ് യെസ്. കോ കരിക്കുലർ ആക്ടിവിറ്റി, നിങ്ങൾ എത്ര പ്രത്യേകമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻവോൾവ്ഡ് ആണോ അത്രയും നിങ്ങൾ ബ്രില്യൻറ്റും ബ്രൈറ്റും. അണ്ടർസ്റ്റുഡ്? അതെന്തൊക്കെയാവാം? പുറത്തു പോയിട്ട് പഠിക്കുന്ന മ്യൂസിക്കും ഡാൻസും ആവണമെന്നൊന്നുമില്ല. എന്താവാം? അകത്ത് കുക്കിംഗ് ആവാം, വീട് ക്ലീൻ ചെയ്യലാവാം. ഇതൊക്കെ കോ കരിക്കുലർ ആക്ടിവിറ്റിയാണ്. കാരണം നിങ്ങൾ ചെയ്യേണ്ട പണിയല്ലല്ലോ. പക്ഷെ അതെങ്ങനെയാക്കിയിട്ട് മാറ്റാം? ഇപ്പം എൻ്റെ പിള്ളേരൊക്കെ നിങ്ങളുടെയൊക്കെ പ്രായമുള്ള സമയത്ത് അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. വീട് കഴുകുക എന്ന് പറയുന്നത് വലിയൊരു ആക്ടിവിറ്റിയാണ്. നിറയെ വെള്ളം ഒഴിക്കും. കാരണം നമുക്ക് കുളവൊന്നുമില്ലല്ലോ. ആ വെള്ളത്തിൽ കളിക്കുക, അട്ടിപ്പിടി, ഇതൊക്കെയാണ് ആ കളി. മനസ്സിലാവുണ്ടോ? കുക്കിംഗ് ഈസ് എ കോ കരിക്കുലർ ആക്ടിവിറ്റി. ഇന്ന് അടുക്കളയിൽ അമ്മ പോണ്ട, നമ്മളാണ് കുക്ക് ചെയ്യുന്നത്. അനിയനും ഏച്ചിയും കൂടി ഇരുന്നിട്ട് വീട്ടിൽ കുക്ക് ചെയ്യാം. ഗോട്ട് ഇറ്റ്? ഇന്ന് നമ്മൾ ഫുൾ ക്ലീൻ ചെയ്യാൻ പോവാം. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. ഗാർഡനിങ് ഈസ് എ കോ കരിക്കുലർ ആക്ടിവിറ്റി. ആക്ടിവിറ്റി എന്നാണ് കോ കരിക്കുലർ. എന്താ അർത്ഥം? പഠനത്തോടൊപ്പം ഞാൻ കൊണ്ടുപോകുന്ന, പഠനത്തോടൊപ്പം എന്നാണ് കോ കരിക്കുലർ എന്നാണ് അർത്ഥം. പഠിപ്പ് സെപ്പറേറ്റും അത് സെപ്പറേറ്റും അല്ല, എല്ലാ ദിവസവും ചെയ്യുന്ന കുറേ സംഭവങ്ങളെയാണ്. 7ാം ക്ലാസ് ആകുമ്പോൾ ടൈലറിങ് പഠിച്ച ആളാണ്. ഐ നോ ഹൗ ടു സ്റ്റിച്ച്. ഒരുവിധം എല്ലാ ഡ്രസ്സുകളും നന്നായിട്ട് ഒരു പ്രാവശ്യം കണ്ടാൽ ആ തുണി തന്നാൽ അതിനേക്കാളും ബെസ്റ്റായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഇപ്പോഴും അറിയാം. ഉറപ്പാണ് നിങ്ങളിൽ പലരും ഒരു ബട്ടൺ പോയാൽ അത് തുന്നാൻ പോലും അറിയുന്നുണ്ടാവില്ല. ആരും ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അത് ചെയ്യണം. അത് ചെയ്യുമ്പോഴേ അതിൻ്റെ ആക്ടിവിറ്റി ഉള്ളൂ. ലുക്ക് അറ്റ് കുക്കിംഗ് ഡോക്ടർ TPS. ലുക്ക് അറ്റ് ക്രാഫ്റ്റ് ഡോക്ടർ TPS. എന്തൊക്കെ ആക്ടിവിറ്റീസ് വേണം. ആ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള എനർജി നിങ്ങളിലുണ്ട്. നിങ്ങളത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ പോവും, കുറേ ടൈം വേസ്റ്റ് ആവും. ഇപ്പം ചെയ്താൽ 3 കാര്യങ്ങളാണ് നല്ല മനുഷ്യന്മാരാവാൻ വേണ്ടത്. ഇന്നെന്താ അറിയോ? ഹെഡ്, H. 3 H ആണ് വേണ്ടത്. ഒന്ന് നല്ല H, ഹെഡ്. അപ്പം മാത്സും ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിക്കാം. ഓക്കെ? ഒരു ഗുണമില്ല അതുകൊണ്ട്. എന്തില്ലെങ്കിൽ അടുത്ത H വേണം. അടുത്ത H എന്താ? നല്ല ഹാർട്ട് വേണം. എല്ലാവരെയും സ്നേഹിക്കാനും ഒക്കെയുള്ളൊരു നല്ല മനസ്സ് വേണം. ഇതിൻ്റെ കൂടെ വേണ്ടൊരു സംഭവമാണ് 3ാമത്തെ H, ഹാൻഡ്. ആ ഹാൻഡ് കൊണ്ട് ചെയ്യുന്ന പല പണികളുമാണ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. നല്ലപോലെ കൊണ്ടു നടക്കുക. ഇതൊക്കെ അത്യാവശ്യമാണ്. ഓക്കെ, അടുത്ത ആൾ ഫാസ്റ്റ്. ഞാൻ വിളിക്കേണ്ട കാര്യമില്ല, ചാടി വരണം, അല്ലെങ്കിൽ ഇപ്പം നിർത്തിപ്പോവും പണി. റൺ. ലീഡേഴ്സ് വേണ്ട. ലീഡേഴ്സ് ഹാസ് ടു സെൻഡ് സംബഡി ഫ്രം യുവർ ഗ്രൂപ്പ്. Send. Leaders can come. You got up, you pick up somebody and come. Yeah. Come. ഓടി വരിക. ഈ നടന്ന പരിപ്പുള്ള പണിയേ ഇല്ല എനിക്ക്. ഓടിക്ക ഞാൻ നടന്നത്. ഇൻട്രൊഡ്യൂസ് യുവേഴ്സ്. ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഒന്ന് ഉറക്കെ അവിടെ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. I am Pavitra. I am Karthik. I am coming from Ariparambar. Now I am studying 10th standard at Aravinda Vidyamandiram. Yeah, correct. Good. I am Pavitra. I am coming from Tekkundala. I am studying in Aravinda Vidyamandiram in class 8. ചോദിക്കേ ഫാസ്റ്റ്. Why do we have fear? You have fear? We have fear? Why do we have എന്ന് എന്തിനാ പറയണത്? ഫിയറിൽ വി ഉണ്ടോ? അപ്പൊ മാറ്റി ചോദിക്കത്. Why do I have? Why do you have fear? നോം എന്നൊക്കെ പണ്ട് രാജാക്കന്മാരാ പറയാ. നമ്മൾ
അതൊന്നും ആവശ്യമില്ല. യു ഹാവ് ഫിയർ, ഐ ഡോണ്ട് ഹാവ് ഫിയർ. എന്തിനാ ഫിയർ? ഏറ്റവും കൂടുതൽ ഫിയറിന് കാരണം നാണക്കേട് എന്നുള്ളൊരു പരിപാടിയാണ്. അത് ഫിയർ അല്ല ശരിക്കും. ഞാൻ ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞ് അബദ്ധമായാൽ ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് പറയും, അല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ ആരെക്കുറിച്ച് ബോധറേണ്ട കാര്യം എന്താണ്? എൻ്റെ ധൈര്യം എന്താണ്? നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. മനസ്സിലായോ? ആദ്യം അറിയേണ്ടത് എന്നെക്കുറിച്ച് ആരെന്ത് ധരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എന്നെക്കുറിച്ച് ഞാൻ ധരിക്കുന്നുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ ആലോചിക്കുക, അയ്യോ ഇങ്ങനെ ആവണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു. മനസ്സിലായോ? രണ്ടാമത്തെ ഭയം എന്താണ്? നിങ്ങളുടെ ഏറ്റവും തൊട്ടടുത്ത വ്യക്തികൾ, പാരൻസ്, അവർ വഴക്ക് പറയുമോ എന്നുള്ളൊരു ഭയം. പലതും ചെയ്യാതിരിക്കാനതല്ലേ ചെയ്യണത്, അല്ലേ? അവരുടെ പണിയെ വഴക്ക് പറയലാണ്. കാരണം എന്താ? അവർക്ക് പാരമ്പര്യമായിട്ട് അവരുടെ അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സ്വഭാവമാണ് എന്ത്? എൻ്റെ അച്ഛൻ അമ്മ എന്നെ കുറെ കുറ്റം പറഞ്ഞു എന്ന് വിചാരിക്കും. അപ്പൊ എൻ്റെ പണി എന്താ? എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതൊക്കെ ആർക്ക് കൊടുക്കണം? എൻ്റെ മക്കൾക്ക് കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ അച്ഛൻ എന്തെങ്കിലും നിങ്ങളെ വഴക്ക് പറയണമെങ്കിൽ എന്താ കാര്യം? ഓ, അച്ഛനും പണ്ടിങ്ങനെ കിട്ടിയിരുന്നല്ലേ, അമ്മക്കും പണ്ടിങ്ങനെ കിട്ടിയിരുന്നല്ലേ എന്ന് തോന്നും. അമ്മ നല്ല ധൈര്യമുള്ള ഒരാളാന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാവും. ഫിയർ എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? നിങ്ങളുടെ ഉള്ളിലുള്ള ബോധം ആണ് ഫിയർ. മനസ്സിലായോ? അത് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പാരമ്പര്യമായിട്ടാണ്. പ്രത്യേകിച്ചും മക്കളിലുള്ള ഫിയർ അമ്മയിൽ നിന്ന് വരുന്നതാണ്. ശരിയാണ്. യെസ്. ഇനി രണ്ടാമത്, അമ്മയിൽ നിന്ന് ഫിയർ ഉണ്ടെങ്കിലും നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് എന്തുണ്ടാവില്ല? ഫിയർ ഉണ്ടാവില്ല. നമ്മളെല്ലാ കാര്യവും പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കും, നമുക്ക് ഭയം ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഡ്രൈവിംഗ് ഓടിച്ചു പോകുന്നു, മുമ്പിലൊരു പോലീസ്, എനിക്ക് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഉണ്ട്, കാരണം എൻ്റെ കയ്യിൽ ലൈസൻസ് ഇല്ല. മനസ്സിലാവുണ്ടോ? ലൈസൻസ് ഇല്ലാണ്ട് ഞാൻ ഓടിച്ചാൽ എന്ത് പറ്റും? പോലീസ് പിടിക്കുന്നുള്ള ഭയം ഉണ്ടാവും. പിടിക്കണമെന്നില്ല, ചിലപ്പോൾ പിടിക്കാന്നുള്ള ഭയമാണ്, അല്ലേ? പക്ഷെ അതേ സമയത്ത് ഞാൻ ഓടിക്കുന്നു, എൻ്റെ കയ്യിൽ ലൈസൻസ് ഇല്ല, പക്ഷെ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ തന്നെ, ഡോക്ടർ TPS എന്ന് പറയുന്നത് പോലീസാണ്, ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്നത് DGP ആണ്, എനിക്ക് ഭയപ്പെടണം. എൻ്റെ വണ്ടിയിലെ കൂടെ യാത്ര ചെയ്യുന്ന സ്ഥലം MLA ആണ്, എനിക്ക് പേടിക്കണം. അപ്പൊ നിങ്ങളുടെ ഭയം ഇല്ലാതിരിക്കാനുള്ള മാർഗം, ആദ്യം ഭയത്തിന്റെ കാര്യം പറയും. ഭയം ഇല്ലാതിരിക്കാനുള്ള ഒരു മാർഗം എന്താ വെച്ചാൽ, ഞാനുണ്ട് നിന്റെ കൂടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞു. ധൈര്യം വരുമല്ലോ? എനിക്ക് ഡാൻസ് അറിയില്ല, പക്ഷെ എൻ്റെ കൂടെ കളിക്കാൻ 3-4 പേരുണ്ട്, ധൈര്യം വരില്ലേ? എൻ്റെ കൂടെ അങ്ങോട്ട് കൂടുമല്ലേ വേണ്ടു. അപ്പൊ നമുക്ക് നല്ല കൂട്ടുകാർ, നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല? ഭയം ഉണ്ടാവില്ല. ഓക്കെ, അത് ആരാവണം? എൻ്റെ കൂടെ എൻ്റെ പാരൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പാരൻസ് സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഭയമുണ്ട്, പാരൻസ് സപ്പോർട്ട് ചെയ്യില്ല. ആ ഭയമാണ് നിങ്ങളുടെ പ്രശ്നം. മനസ്സിലായോ? അപ്പൊ അതുണ്ടാവരുത്. അപ്പൊ അമ്മയെയും അച്ഛനെയും എന്ത് ചെയ്യണം? നല്ല പോലെ സോപ്പടിച്ച് പിടിക്കുക. അതെങ്ങനെ പിടിക്കണം? ഇതിനകത്തൊരു പേജ് തുറക്കും, റാൻഡം പേജ്. അതെങ്ങനെ പിടിക്കുക? അപ്പോ ആരടുത്തേക്കാണ് നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുക? അച്ഛനും അമ്മയും ഉണ്ടാവും കുറച്ചു കാലം, അത് കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടാവുക? ഫ്രണ്ട്സ് ഉണ്ടാവും. പിന്നെ ആരുണ്ടാവും? അവരൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടാവും? ഭഗവാൻ എന്ന് പറയുന്ന ഒരാളുണ്ടാവില്ല, അല്ലേ? എന്ത് വരുമ്പോഴും നമ്മൾ ഭഗവാൻ എന്നെ രക്ഷിച്ചോളും എന്നൊരു തോന്നലുണ്ടെങ്കിലോ? എന്ത് പേജാ കിട്ടിയത് എനിക്കിപ്പോ? ആണോ കിട്ടിയത്? അപ്പൊ ഇതാണ് നിന്റെ സൊല്യൂഷൻ. എന്താണത്? എല്ലാം മനസ്സിന്റെ ലെവലിലാണ്, അല്ലേ? ഇതല്ലേ പ്രശ്നം? മനസ്സിന്റെ പ്രശ്നമല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബുക്കിൽ ആരാണോ പേജ് തുറക്കുന്നത് അത് അവർക്ക് കിട്ടും സൊല്യൂഷൻ. അതാണ് ഈ ബുക്കിന്റെ മാജിക്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? യു ഹാവ് ടു അറ്റൈൻ വാട്ട് ഈസ് റിക്വയർഡ്. ഈഗോയിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവും. ഒരിക്കലും എന്നെക്കുറിച്ച് ആരും പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന് തീരുമാനിക്കും. ദാറ്റ്സ് ഇറ്റ്. എന്നെക്കുറിച്ച് ആരെന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും.
ദാറ്റ്സ് ഇറ്റ്. പക്ഷെ അത് ആർക്ക് സപ്പോർട്ട് ആവണം? പാരൻസിന്. അങ്ങനെയാണെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവരുടെ സപ്പോർട്ട് നമുക്കുണ്ടെങ്കിൽ ലോകത്തിൽ ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. നെക്സ്റ്റ് ഫാസ്റ്റ്. അടുത്ത ഗ്രൂപ്പ്. നിങ്ങൾ കുറെ കാലമായി ചാടും. My name is Vaishnavi Ashok. My name is an old English. I am Vaishnavi Ashok. I am coming from അത് ഏത് Manargada. അശോകനാ? ചക്രവർത്തിയ? ചക്ക വരട്ടിയ ഒരാളല്ലേ? അല്ല. I am coming from Manargada. I am studying in Aravinda Vidya Mandiram in class 6. My question is, എന്താ പഠിച്ചത് ഇന്ന് രാവിലെ മുതൽ കേട്ടല്ലോ? ഒരു പോയിന്റ് പറ. ഇവിടെ രാവിലെ കുറച്ച് സംസാരിച്ചല്ലോ ഞാൻ, കേട്ടോ? അതിൽ പഠിച്ച ഒരു പോയിന്റ് പറ. we have to speak in loudly. ഇൻ ലൗഡ്ലി അല്ല, വി ഹാവ് ടു സ്പീക്ക് ലൗഡ്. നല്ല പോലെ ഉറക്ക സംസാരിക്കണം. ഉറക്ക സംസാരിക്കുന്നവനും ഒടുക്കം സംസാരിക്കുന്നവനേ വിലയുള്ളൂ. അപ്പൊ എങ്ങനെ സംസാരിക്കും? ഉറക്കെ. Loud. There was a supercontinent Pangaea. Then it separated into 2 continents and now present Earth. In a book it says that Africa and Asia is now begun to join. It also says that once all the continents may join together into a supercontinent known as Pangaea and Ultima. My question is, how will the continents join together? ആദ്യം ഇതൊക്കെ ഒരു ഐലൻഡ് ആയിരുന്നു, പാൻജിയ. അത് വിഘടിച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ് ജിയോ ഫിസിക്കൽ. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് ജിയോളജിക്കൽ പ്ലേറ്റ് മൂവ്മെന്റ്സ്. ഭൂമി എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായിരുന്ന വീഡിയോ ഞാൻ ഇടും, അത് കാണുക കൃത്യമായിട്ട്. ഓക്കെ. അതുപോലെ ഡോക്ടർ TPS ജിയോഗ്രഫി പാൻജിയ എന്ന് പറഞ്ഞാൽ അടിക്കുക, ഒരു വീഡിയോ എങ്കിലും കാണും. മിക്കവാറും സബ്ജക്റ്റുകൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻസും പലപ്പോഴും വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് ഒരു ബോള് പോലെയാണ്. അതിൻ്റെ മുകളിൽ അറിയാതെ പെട്ടു നിൽക്കുന്ന ചില ഭാഗങ്ങളാണ്. അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. എർത്തിൻ്റെ ഒരു മാപ്പ് എടുക്കാം. ആ മാപ്പ് എടുത്തിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചാൽ കൃത്യമായിട്ട് യോജിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഒറ്റ ഭൂമിയുടെ ഭാഗമായിട്ട് കാണും. ഇപ്പം ഞാൻ ഈ ഗൂഗിൾ മാപ്പ് എടുത്തു. വളരെ എളുപ്പമാണ് ഇതൊക്കെ പഠിക്കാൻ, ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സാധനം ശ്രീലങ്ക കുറച്ചിങ്ങോട്ട് മൂവ് ചെയ്താൽ ഇതിൻ്റെ ഭാഗത്തേക്ക് കൃത്യമായിട്ട് നിൽക്കും. ഓക്കെ. ഇനി ഈ ഭാഗത്ത് നിൽക്കുന്ന ഈ ഭാഗം ഇങ്ങോട്ട് അടുപ്പിച്ച് വെച്ചാൽ അവിടെ നിൽക്കും, ഇത് അടുപ്പിച്ച് വെച്ചാൽ അത് അവിടെ നിൽക്കും. കാണുന്നുണ്ടോ? അങ്ങനെ എല്ലാ ഭാഗങ്ങളും അടുപ്പിച്ചടുപ്പിച്ച് വെക്കാൻ പറ്റുന്ന തരത്തിൽ ഈ ഒരു ഭാഗം കണ്ടോ? ഇത് കറക്റ്റായിട്ട് ഇവിടെ പതിയും. കണ്ടു? ഇങ്ങനെ നോക്കിയിട്ടുണ്ട് ഇതുവരെ? കാണുന്നുണ്ടോ? അപ്പോൾ ഇത് ഒരു കാലത്ത് ഇങ്ങനെ വിട്ടുപോയതാണ്. അതിൻ്റെ വേറൊരു നിയമം എന്താ വെച്ചാൽ, ഇപ്പൊ ഈ ഭാഗത്ത് ജീവിക്കുന്ന ജീവികളുടെയൊക്കെ പഴയ സ്കള്ളുകൾ ഭൂമിയുടെ അടിയിലുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് ഇവിടെ നോക്കിയാൽ അതേ സാധനം അവിടെ ഉണ്ട്. കേരളത്തിന്റെ ഇങ്ങേ അറ്റത്തുനിന്ന് പോയിട്ട് നേരെ സലാല എന്ന് പറയുന്ന ഭാഗത്ത്, ഒമാനിന്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അതേ ആലപ്പുഴയിലുള്ള വാഴ അവിടെയും കാണും. ക്ലൈമറ്റ് ഒരുപോലെയാണ്, ആൾക്കാരുടെ സ്വഭാവം ഒരുപോലെയാണ്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാൽ, കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഐലൻഡ് വിഘടിച്ചു പോയതാന്ന് കാണും. ഇത് എത്ര കൊല്ലം കൊണ്ട്? 200 മില്യൺ ഇയേഴ്സിലധികം ഉണ്ടാവും. അപ്പൊ എത്ര കൊല്ലം കഴിയുമ്പോഴാണ് ഇതൊക്കെ ചിലപ്പോൾ യോജിക്കുക? 200 മില്യൺ ഇയേഴ്സ്, ഓൾമോസ്റ്റ് സെയിം ടൈം. അപ്പൊ അങ്ങനെ ഹിമാലയം ഉള്ളിലേക്ക് കയറി പോയി ചൈനയിലേക്ക് തട്ടുമ്പോഴാണ് അവിടെ ഹിമാലയം ഉണ്ടാവുന്നത്. ഹിമാലയത്തിന്റെ ഹൈറ്റ് കൂടുന്നുണ്ട്, കാരണം ഇത് രണ്ടും കൂടി ഇടിക്കുമ്പോൾ ഹൈറ്റ് കൂടും. ഓക്കെ. പണ്ട് നമ്മൾ രാമായണം 16 ലക്ഷം കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന കഥയാണ്. ആ സമയത്ത് വാനരന്മാര് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി അവിടുന്ന് അപ്പുറത്തേക്ക് കടന്നു എന്നൊക്കെയുള്ള കഥയുണ്ട്. ആ സമയത്ത് ലങ്ക എന്ന് പറയുന്നത് ഇന്ത്യയുടെ അടുത്തായിരുന്നു. അത് മൂവ് ചെയ്ത് പോയപ്പോഴാണ് ഇപ്പോൾ ആ ബ്രിഡ്ജ് അത്രയും അത് കടന്നു ചാടി എന്നാണ്. 11 യോജന 12.11 കിലോമീറ്റേഴ്സ്. ഇപ്പോൾ 11 into 12.11 കിലോമീറ്റേഴ്സ്, ഒരു 150 കിലോമീറ്റർ ഒക്കെ ചാടാൻ പറ്റും ഒരു കുരങ്ങനെ? ഇല്ല. അപ്പോൾ ആ കാലത്ത് അത് അടുത്തായിരുന്നു, ഇപ്പൊ കുറെ ദൂരെയായിരുന്നു. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
കാരണം എർത്ത് തന്നെ ലൈവ് എർത്ത് എന്നാ പറയാ, ജീവനുള്ളതാണ് എർത്ത്. മനസ്സിലായോ? എർത്ത് മൂവ് ചെയ്യുന്നുണ്ട്, സോളാർ സിസ്റ്റം മൂവ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ മിൽക്കി വേ ഗാലക്സി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, അല്ലാണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള സാധനമല്ല. ഓക്കെ, എർത്തിന്റെ സ്പീഡ് എത്രയാണ്? എർത്ത് ഇറ്റ് സെൽഫ് ഈസ് ഓഫ് ഹൈ സ്പീഡ്. കാരണം എർത്ത് എന്ന് പറയുന്നതിന്റെ സ്വന്തം കറങ്ങുന്നതിന്റെ സ്പീഡ് മാത്രം നോക്കിയാൽ 6200 കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ 2πr. അത്രയും ഭാഗം ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങാൻ 24 മണിക്കൂർ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എർത്ത് കറങ്ങുന്നതിന്റെ സ്പീഡ് കിട്ടും. അത്രയും സ്പീഡിൽ കറങ്ങുന്ന ഒരു സാധനത്ത് കുറെ സ്റ്റിച്ച് ചെയ്യാത്ത സാധനം ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യും. ആ മൂവ്മെന്റ് നമ്മൾ അറിയാത്തത് നമ്മൾ അതിന്റെ മുകളിൽ താമസിക്കുന്നുണ്ടാവും. മനസ്സിലായോ? പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് കുറച്ച് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ഇത് സൂര്യനെ ചുറ്റുന്നുണ്ട്. അപ്പൊ സൂര്യനെ ചുറ്റുന്നതിന്റെ സ്പീഡും കൂടി ഒന്ന് കണക്കൂട്ടിയാട്ടെ. സൂര്യനിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അത് റേഡിയസ് ആയിട്ട് എടുക്കുക, അത് 2πr എടുക്കുക, എന്നിട്ട് 365 ദിവസം അത്രയും കറങ്ങാൻ എത്ര സമയം വേണം നോക്കാം. രാവിലെ മുതൽ ഇതൊക്കെ ഇരുന്ന് ആലോചിച്ചാൽ ഒരു സാറ്റർഡേയും സൺഡേ ഒക്കെ എന്ത് സുഖമായിട്ട് പോകുന്ന ആലോചിച്ച് നോക്ക്. നിങ്ങളൊക്കെ ആലോചിക്കാറില്ല? വെറുതെ സമയം കളയും. അപ്പൊ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാ വെച്ചാൽ ഉത്തരം കിട്ടാനല്ല, അതെങ്ങനെ സ്വന്തം ആലോചിച്ച് കണ്ടുപിടിക്കണം എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് 9502038875 9502038875 അയക്കാം. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞതുപോലെ നിങ്ങൾ ക്രിയേറ്റീവ് ആവണം. എങ്ങനെ ക്രിയേറ്റീവ് ആവണം? കുറേ സമയം ഈ വെക്കേഷനിലൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ ടൈലറിങ് പഠിക്കുക, സ്റ്റിച്ചിങ് പഠിക്കുക, കുക്കിംഗ് പഠിക്കുക, ആർട്ട് പഠിക്കുക. യു ഹാവ് ടു ബി ആൻ ആർട്ടിസ്റ്റ് ബൈ യുവേഴ്സെൽഫ്. അതാരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ക്രിയേറ്റീവ് ആയിട്ട് ആർട്ട് ഉണ്ടാക്കണം. എങ്ങനെ ക്രിയേറ്റീവ് ആർട്ട്? ഇമാജിനേഷൻ ആണ്. എല്ലാവരും ചെയ്യുന്ന അതേ പണി. ഇപ്പൊ കേരളം വരക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ വരച്ച് കേരളം വരക്കും, അതെല്ലാരും വരക്കുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്ത് വേണം? നിങ്ങളുടേതായ നിങ്ങളുടെ ആർട്ട് ഉണ്ടാക്കണം. എന്റെ പേരെന്താ? പക്ഷെ ആ ശശി എന്നാണ് എന്റെ യഥാർത്ഥ പേര്, ശശികുമാർ എന്നാണ്. അപ്പൊ അതില് ഇത് എസ് അല്ലേ, ഇത് എ അല്ലേ, ഇത് എസ് അല്ലേ, ഇത് ഐ അല്ലേ? ഇതാണ് എന്റെ സിഗ്നേച്ചർ. ഓക്കെ, അപ്പൊ ആർട്ടിസ്റ്റ് ആവാൻ എന്ത് വേണം? ക്രിയേറ്റിവിറ്റി വേണം. നിങ്ങൾ ക്രിയേറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. ആർട്ട് ഡോക്ടർ TPS നോക്കാം, ക്രാഫ്റ്റ് ഡോക്ടർ TPS നോക്കാം, ഫാമിംഗ് ഡോക്ടർ TPS നോക്കാം, കുക്കിംഗ് ഡോക്ടർ TPS നോക്കാം. മനസ്സിലായോ? ഫിലിം ഡോക്ടർ TPS നോക്കാം, മ്യൂസിക് ഡോക്ടർ TPS നോക്കാം, പാൻജിയ ഡോക്ടർ TPS നോക്കാം, ജിയോഗ്രഫി ഡോക്ടർ TPS നോക്കാം, UPSC ഡോക്ടർ TPS നോക്കാം. സോ യു ഷുഡ് ഹാവ് ലോട്ട് ഓഫ് ലേണിംഗ്. എന്ത് പഠിക്കണം എന്ന് ചോദിച്ചാൽ എന്ത് പഠിച്ചുകൂടാന്ന് ചോദിക്കണം. എല്ലാ വിഷയങ്ങളും പഠിക്കാം, അതാണ് വേണ്ടത്. അടുത്ത ആൾ ഫാസ്റ്റ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും, അതിനിടയിൽ അടുത്ത ആൾ ഇവിടെ എത്തണം. ഐ ആം നോട്ട് ഗോയിങ് ടു ഗിവ് യു ഗ്യാപ്പ്. റൺ 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 റൺ. I am Shivanand P. Nair. I am coming from നീ Balikestir. നായരാണോ നമ്പ്യാരാണോ നമുക്ക് ബാധകമല്ല. ആധാർ കാർഡും തരില്ല. തരുമോ? അപ്പോൾ സാധാരണ സ്റ്റേജുകളിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മിനിമം പേര് പറഞ്ഞാൽ മതി. ഓക്കെ, ഇയാളുടെ പേര് എത്ര പേർക്ക് കൃത്യമായിട്ട് മനസ്സിലായി? ഇത്രയല്ലേ ആർക്ക് മനസ്സിലായിട്ടുള്ളൂ. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യണം? കാര്യമില്ല. എന്താണ് കൃത്യമായിട്ട് അറിയേണ്ടത്? ഇയാളുടെ പേരാണ്, ആണോ അല്ലയോ? അത് എല്ലാവരുടെ മനസ്സിലെത്തുന്ന വിധത്തിൽ വേണം പറയാൻ. ഒന്ന് പറഞ്ഞാട്ടെ. I am Shivanand. ഐ ആം Shivanand. ഐ ആം I am Shivanand. അവിടെ നിർത്തുക. എന്നിട്ട് എല്ലാവരുടെ മുഖത്ത് നോക്കിയിട്ട് ആ ശ്രദ്ധ ഉണ്ടെന്ന് അറിയുമ്പോഴേ അടുത്ത പേര് പോവാം. ഒന്ന് പറയും. I am Shivanand. കണ്ടോ? എഫക്റ്റീവ് ആയോ ഇല്ലയോ? അതാണ് എബിലിറ്റി ടു സ്പീക്ക്. അങ്ങനെയാണ് പബ്ലിക് സ്പീക്കിംഗ്. നിങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ,
ഇപ്പൊ എല്ലാരും മറക്കോ ഇയാളുടെ പേരിനി? അതാണ് എഫക്റ്റീവ്നെസ്. എവിടുന്ന് പോണം? ഇതുണ്ടോ ഹാർട്ട്? കൊടുത്തു ആർക്കെങ്കിലും? ഇല്ല. അയൽവാസിക്കൊന്നും കൊടുത്തു? ഇല്ല. അപ്പൊ ഹാർട്ടിൽ നിന്ന് എവിടത്തേക്ക് പോണം? ഹാർട്ടിലേക്ക് പോകും. അവരുടെ മനസ്സിലേക്ക് തറക്കണം. അങ്ങനെ വേണം സംസാരിക്കാൻ. പറയും എന്താ പഠിച്ചു പറ. You should speak loud and communication is എവിടുന്ന് വരുന്ന ഇയാള്? Palikathodu. I am coming from close Palikathodu. Close to Palikathodu. ഓക്കെ. എന്താ ഈ സ്ഥലത്തിന് പള്ളിക്കത്തോട് എന്ന് പേര് വരാൻ? No idea. ഈ ചോദ്യം ചോദിക്കണം നിങ്ങള്. യു അണ്ടർസ്റ്റുഡ്? നിങ്ങൾ ഇങ്ങനെ ഓരോ സംഭവത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. ചോദിക്കേ, ചോദ്യം ചോദിക്കാനോട്. എന്താ പഠിച്ചത്? Communication is important. കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടന്റ്. ഞാൻ തുടങ്ങിയത് കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കലാണ്, ആണോ അല്ലയോ? അപ്പൊ ചോദ്യം ചോദിക്കാം, നോക്കാണ്ട് പറയും. How to manage, how to become smart in daily life. ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെയല്ലേ? Or how to manage our daily life. എന്തിനാ മാനേജ് ചെയ്യണേ? അറിയാത്തൊരാൾ ചെയ്യുന്നതിനാണ് മാനേജ് ചെയ്യാന്ന് പറയാം. മനസ്സിലാണ്ടോ? എനിക്ക് കുക്കിംഗ് അറിയില്ല, വീട്ടിൽ 4 പേര് വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് ഓരോ കറി മേടിച്ചിട്ട് കൊണ്ടുവന്ന് കൊടുത്താൽ അത് മാനേജിങ് ആയി. അതാണ് മാനേജിന്റെ പണി. മാനേജർ ആവരുത് ഒരിക്കലും. നീ മാനേജർ ആവാണ്ടിരിക്കട്ടെ. മാനേജർ മോശം പണിയാ. മാനേജ് ചെയ്യാന്ന് പറഞ്ഞാല് എങ്ങനെയെങ്കിലും ഒപ്പിക്കുന്ന പണിയില്ലേ അല്ലേ? സംഹൗ ഡു ഇറ്റ്. വീട്ടില് ആകെ വൃത്തികേടാണ്, ഏതെങ്കിലും ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, ആ വൃത്തികേടായിട്ടുള്ള ബെഡിന്റെ മുകളിലൊക്കെ നല്ല തുണി എടുത്തിട്ടാൽ മാനേജിങ് ആയി. അത് ക്ലീൻ ചെയ്യുന്നത് മാനേജറുടെ പണിയല്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണോ അല്ല ശരിക്കും ക്ലീൻ ആക്കണം. അപ്പൊ ഡോണ്ട് മാനേജ്. ആക്ടിവിറ്റി മാനേജ് ചെയ്യല്ല, കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, അതാണ് വേണ്ടത്. ഇത്രേ ഉള്ളൂ, എളുപ്പമല്ലേ സംഭവം? എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കേണം, തയ്യാറാവണം ഇപ്പോൾ തന്നെ, ആജ്ഞാശക്തിയായി മാറിയിടാൻ. മനസ്സിലായോ? എന്തിന് ധീരത ഇപ്പോൾ തുടങ്ങണം, എല്ലാം നിങ്ങൾ പഠിക്കണം. അതാണ് വേണ്ടത്. Got it? ചലോ റൺ. അടുത്ത ആൾ വേഗം. എവിടെ ലീഡേഴ്സ്? പുഷ് യുവർ ഗ്രൂപ്പ്. My name is Badrinath Girish. എവിടെയാ ബദ്രീനാഥ്? ബദ്രീനാഥ് എവിടെയാ? കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് ഞാൻ ബദ്രീനാഥിലായിരുന്നു. ഒക്ടോബർ. കേദാർനാഥ്, ബദ്രീനാഥ്. ശങ്കരാചാര്യര് 4 മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2 ശിവന്റെ മഠങ്ങൾ, ഒന്ന് ബദ്രീനാഥിലും ഒന്ന് രാമേശ്വരത്തും. ഞാൻ അത് കഴിഞ്ഞപ്പോൾ രാമേശ്വരം, അതിന് മുമ്പ് കേദാർനാഥ്, ബദ്രീനാഥ്. ഈ ബദ്രീനാഥ് എവിടെയാണെങ്കിലും അറിയണം. ബദ്രീനാഥിലെ പൂജാരി എൻ്റെ നാട്ടുകാരനാണ്, പയ്യന്നൂർക്കാരനാണ്. അവരെ പൂജാരി എന്നല്ല വിളിക്കുക, റാവൽജി എന്നാണ് വിളിക്കുക. റാവൽജി എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജാവിന് തുല്യമാണ്. പൂജാരിയാണ് അവിടുത്തെ അധിപൻ. കാരണം ആ സ്ഥലം കംപ്ലീറ്റ്, ഞാൻ ഒക്ടോബറിലാണ് പോയത്, ഒക്ടോബർ 10 ആകുമ്പോഴത്തേക്കും ആ സ്ഥലം കംപ്ലീറ്റ്, ബദ്രീനാഥ് കംപ്ലീറ്റ് കാലിയാക്കിയിട്ട് പോകും. പോലീസുകാരും ഒക്കെ പോകും, 2-3 മിലിറ്ററിക്കാർ. അവിടെ നിന്ന് 30 കിലോമീറ്റർ ദൂരേ ഉള്ളൂ ചൈന ബോർഡറിലേക്ക്. ചൈന ബോർഡറിന് അടുത്താണ്. അവിടെയാണ് പാണ്ഡവന്മാര് സ്വർഗലോകത്തേക്ക് പോയത്. ബദ്രീനാഥ് കടന്ന ചൈനയിൽ പോയാൽ സ്വർഗലോകമായി. ഇപ്പോഴും അങ്ങനെയാണ്. സ്വർഗമാണ്, ചൈനയാണ് സ്വർഗലോകം, നരകവും. പറയും. ഇപ്പൊ ഇവൻ നരകത്തിനും സ്വർഗത്തിനും ഇടയിലാണ് ബദ്രീനാഥ്. പറ. I am coming from Kiഴക്കടമ്പ്. My question is. നോക്കി വായിക്കണം. നീ തെലുങ്കിൽ എഴുതിയിരിക്കണേ? സാർ മുമ്പേ പറഞ്ഞല്ലോ നമ്മൾ ഒരാളെ. ഞാൻ സാറാണോ? ഡോക്ടർ TPS.
Dr. DPS Parnella. ഇതെല്ലാം സാറ് മോഡം എന്നൊക്കെ വിളിച്ചിരിക്കുന്നത്. മോഡം എന്ന് എഴുതിയിരിക്കണം. സാറ് മോഡം വിളി എങ്ങനെ കേൾക്കുന്ന ആള് അത് ഉൾക്കൊള്ളും. ഓക്കെ. പഠനപൂ ഭക്ഷണപൂ. വിശ്വാസങ്ങളും. ഇത് എന്താ മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? അരവിന്ദ വിദ്യാമന്ദിർ. ഇതാരെയും കാണിക്കണ്ട കേട്ടോ, അരവിന്ദ വിദ്യാമന്ദിന്റെ പേര് പോവും. ഇങ്ങനെയൊക്കെയാണോ മലയാളം എഴുതാൻ പഠിപ്പിക്കലിടാം? നിന്റെ ബുക്കൊന്നും ടീച്ചർമാർ നോക്കാറില്ലേ? നിന്റെ ഒന്നും കറക്റ്റ് ചെയ്യാറില്ല? അവർക്കും വലിയ ഉറപ്പില്ല അല്ലേ? ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ടാണോ ഇങ്ങനെ? ഈ വെക്കേഷൻ തീരുമ്പോഴത്തേക്കും അടുത്ത പ്രാവശ്യം ഞാൻ വരും. തെറ്റില്ലാതെ മലയാളം ഫുൾ ബുക്കിൽ എഴുതി കാണിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് ഞാൻ ബദരീനാഥ് വരെ അടിക്കും. മനസ്സിലായ? നല്ല പേര് ബദരീനാഥ്, എന്നിട്ട് ഇന്ത്യയുടെ പേര് കളയാം. എടേ Dr. DPS Parnella. DPS അല്ല, TPS. TPS Parnella. TPS എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് പാരന്റ്സ് സ്റ്റുഡൻസ്. TPS തല്ലിപ്പൊളി ശശികുമാർ. ഓക്കെ. TPS Parnella. നമ്മൾ ഒരാളെ സാർ മാഡം എന്ന് വിളിക്കാൻ പാടില്ല. നീ തമിഴ്നാണ്. നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ സാർ മാഡം എന്ന് വിളിക്കാതെ അവരുടെ പേരെടുത്ത് വിളിക്കണം. അപ്പം നമ്മളിപ്പം ഒരു ഓഫീസിലോ വല്ലതും ചെല്ലും, അവരൊന്നും വിളിക്കരുത് കേട്ടാ, അവരെ സാറേ എന്ന് വിളിക്കണം. നീ പിണറായി വിജയനെ കണ്ട പോയിട്ട് വിജയാന്ന് കണ്ട വിളിച്ച കുട്ടിങ്ങി നിന്റെ കഥ തീരുന്നതോടെ. അവിടെയൊക്കെ സാറേ എന്ന് വിളിക്കാവും. എന്റെ കാര്യം ഞാൻ പറഞ്ഞു, എല്ലാരും അങ്ങനെ ആക്കരുത്. ചില ഇവിടുത്തെ ടീച്ചർമാരൊക്കെ ഉണ്ടാവും ടീച്ചറേ എന്നൊക്കെ വിളിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ അവർക്ക് ഭയങ്കര സങ്കടം തോന്നും. അപ്പം നമ്മളൊരു ഓഫീസിലോ വല്ലതും ചെല്ലുമ്പോൾ അവിടെ സാർ മാഡം എന്ന് വിളിച്ചില്ലെങ്കിൽ അവരെ എങ്ങനെ റിയാക്ട്? സൂപ്രണ്ടിനെ സൂപ്രണ്ട് എന്ന് വിളിക്കുക. SIയെ സർക്കിൾ ഇൻസ്പെക്ടറെ സർക്കിൾ ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, പോലീസിനെ പോലീസ്, അങ്ങനെ ഓരോരാൾ. നേഴ്സിനെ ടീച്ചർ ഒന്നും മാഡം ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. നേഴ്സിനെ എന്ത് വിളിക്കണം? നേഴ്സ് തന്നെ വിളിക്കണം അല്ലേ? ഇനി കുറച്ചും കൂടി ബഹുമാനം കൊടുക്കുകയാണെങ്കിൽ അമ്മ, തായി. തമിഴന്മാര് തായി എന്നാ വിളിക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെ ബഹുമാനം കൊടുക്കാം നമുക്ക്. ചേച്ചി എന്ന് വിളിച്ചൂടെ? ഞാൻ അടുത്ത കാലത്ത് ശ്രീലങ്കയിൽ പോയപ്പോ എന്നെ സാർ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. അവിടുത്തെ ഭാഷയിൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. അവിടുത്തെ ഭാഷയിൽ ബഹുമാനമുള്ള ഒരാളെയും സാധാരണ ആൾക്കാരെയും വിളിക്കുന്നത് മഹാത്മാ എന്നാണ്. എന്താണ്? നമുക്ക് ഒറ്റ മഹാത്മ ഉണ്ടായിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. സിൻഹള ഭാഷയിൽ എല്ലാവരെയും നമ്മൾ അഡ്രസ് ചെയ്യുന്നത് മഹാത്മാ എന്നാണ്. ഏതൊരാളെയും ഭാരതത്തില് നിങ്ങൾ കോൻ ബനേഗ ക്രോർപതി കണ്ടിട്ടുണ്ടോ? അമിതാഭ് ബച്ചന്റെ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് അമിതാഭ് ബച്ചന്റെ മുമ്പിൽ വരുന്ന ആൾക്കാരെ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേവിയോ സജ്ജനോ എന്നാണ്. എല്ലാ സ്ത്രീകളെയും എങ്ങനെ അഡ്രസ് ചെയ്യുക? ദേവി. മനസ്സിലാവുണ്ടോ? അമ്മേ, ഭഗവതി എന്നൊക്കെ വിളിച്ചോ ടീച്ചറെ, അവരങ്ങോട്ട് പൊങ്ങിപ്പോട്ടെ. ഓക്കെ. ടീച്ചർമാരെയും മാഷന്മാരെയൊക്കെ ഭാരതത്തിൽ വിളിക്കുന്ന പേരുകൾ പലതും ഉണ്ട്. നമ്മളതൊക്കെ മറന്നുപോയി. നമ്മളിപ്പോഴും ബ്രിട്ടീഷുകാരുടെ കൂടെയാണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ വിളിക്കേണ്ടെന്ന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ, അമേരിക്കൻ സ്റ്റൈലിൽ നിങ്ങൾ അമേരിക്കയിലൊന്നും ആവണ്ട, ദോഹയിൽ ഏതെങ്കിലും ബ്രിട്ടീഷുകാർ നടത്തുന്ന കമ്പനിയിൽ നിങ്ങളുടെ ബോസിനെ സാറെന്ന് വിളിച്ചാൽ അയാൾ ഉടനെ പുറത്താക്കി ഞാൻ. കാരണം അമേരിക്കക്കാർക്ക് തീരെ ഇഷ്ടമല്ല ബ്രിട്ടീഷുകാരെ. ബ്രിട്ടീഷ് സ്റ്റൈലാണ് സാർ എന്നൊക്കെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ പിൻതലമുറക്കാരായിട്ട് ഇപ്പോഴും അങ്ങനെ വിളിക്കുന്നത്. മാഡം എന്ന വാക്കുകൾ തന്നെ തെറ്റാണ്. നമ്മൾ ഗോഡിനെ ലോർഡ് കൃഷ്ണ എന്ന് പറയാറുണ്ട് അല്ലേ? ലോർഡ് ശിവ എന്ന് പറയാറില്ലേ? ഉണ്ടോ ഇല്ലയോ? ലോർഡ് എന്ന് പറയുന്ന പുരുഷന്റെ സ്ത്രീയുടെ പേരെന്താണെന്നറിയോ? ലേഡി എന്നാണ്. എന്നാ നാളെ മുതൽ ഭഗവതിയെ എന്ത് വിളിക്കണം? ലേഡി പാർവതി ഒക്കെ പറഞ്ഞിട്ട് അല്ലേ വിളിക്കുമോ നിങ്ങൾ? അപ്പൊ നമ്മൾ ചിലപ്പോ ഇംഗ്ലീഷുകാരുടെ എടുക്കും, എന്നാ ഫുള്ളായിട്ട് എടുക്കൂല. ഒരു ബുദ്ധി ഇല്ലാതെ ആരെങ്കിലും പറയുന്നത് അതുപോലെ ഫോളോ ചെയ്യുന്നവരാവുന്നതിന് പകരം എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ കാര്യം തന്നെ കൃത്യമായിട്ട് ചെയ്തിട്ട് ചലോ നല്ലോണം ഭക്ഷണം കഴിക്കാം കേട്ടോ. നിങ്ങൾക്ക് 4-5 ഭാഷ പഠിക്കണോ?
ഏത് ഭാഷയും പഠിക്കുന്നതിൽ 3 വാക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ആ രാജ്യത്ത് പോയി സുഖമായിട്ട് ജീവിക്കാം. കേരളത്തിലടക്കം ഏത് 3 വാക്കുകൾ ഉപയോഗിച്ചാലാണ് കേരളത്തിൽ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ പറ്റുക? നിങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? 3 വാക്കേ പഠിക്കണ്ടു. ഏതാ അറിയോ? ഇവിടെ, ഉറക്കെ റിപ്പീറ്റ് ചെയ്യ ഉടനെ. ഇവിടെ, അവിടെ, എവിടെ, എല്ലാ സംഭവവും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കണം, ലഞ്ച് എവിടെ എന്ന് ആരോടെങ്കിലും ചോദിക്കാം. അപ്പൊ അവരെന്ത് പറയും? ലഞ്ച് അവിടെ. സംഭവം കഴിഞ്ഞില്ലേ? ആണോ അല്ലയോ? അപ്പൊ ഭക്ഷണം കിട്ടിയോ? ഇനി സ്കൂളിൽ നിങ്ങൾക്ക് പ്രിൻസിപ്പളെ കാണാം. പ്രിൻസിപ്പാൾ എവിടെ? പ്രിൻസിപ്പാൾ അവിടെ, അല്ലെങ്കിൽ ഇവിടെ. ഇത്രയല്ലേ ഉള്ളൂ. ഏത് സ്ഥലത്ത് പോയാലും ഈ 3 വാക്കറിഞ്ഞാൽ മനസ്സിലാണ്ട് ജീവിക്കാം. അപ്പൊ തമിഴ്നാട്ടിൽ പോയാൽ എന്ത് പറയണം? ഇங்கே, ഇங்கே, അങ്ങേ, എങ്കേ, ഇക്കടെ, അക്കടെ, എക്കടെ, ഇല്ലി, അല്ലി, എല്ലി. എളുപ്പം. നിങ്ങൾ എല്ലാ സൗത്ത് ഇന്ത്യൻ ഭാഷയും പഠിച്ചു. ഇല്ലിബ, ഇല്ലിബ എന്ന് പറഞ്ഞാൽ ബാ എന്ന് പറഞ്ഞാൽ അറിയാലോ, ബാ തന്നെയാണ്. ഇല്ലിബ, ഇല്ലിബ, അല്ലിഗോ, തീർന്നു. കന്നഡയായി. മനസ്സിലായോ? കമോൺ നെക്സ്റ്റ്. I am Gauri. I'm studying in 8th standard. ആരാ ഗൗരി? Uh, ശരിക്കുള്ള ഗൗരി? Parvati. ഗൗരി കുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഹിമാലയം പ്രദക്ഷിണം വെക്കുമ്പോൾ അവിടെ പോയിട്ട് അവിടെ നമ്മൾ കാണാം. ഹിമാലയം നിറച്ചും സ്നോ ഉള്ള സ്ഥലമാണ്. പക്ഷെ ആ ഗൗരി കുളിച്ചിരുന്ന ആ കുളത്തിന്റെ പേരാണ് ഗൗരി കുണ്ട്. അവിടെ ഇപ്പോഴും നല്ല വെള്ളം കാണും. അത് സ്നോ ആവില്ല ഒരിക്കലും, ചൂടുള്ള വെള്ളം. My question is how to increase. എന്താ പഠിച്ചത് പറ ഒരു കാര്യം. I studied to speak loudly. My question is how to increase concentration. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ഇന്നലെ പറഞ്ഞതാണ്, ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഓക്കെ, എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാവുക? നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നത് അമിതാഭ് ബച്ചനാണ് ഹിന്ദി എന്ന് വിചാരിക്കുക. ശ്രദ്ധ ഉണ്ടാവുമല്ലോ. നിങ്ങളെ ഫിസിക്സ് പഠിപ്പിക്കുന്നത് ആരാ വേണ്ടത്? മമ്മൂട്ടിയ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമാ നടന്മാരും സിനിമാ നടികളൊക്കെയാണ് നിങ്ങളെ ബയോളജി ഒക്കെ പഠിപ്പിക്കുന്നത് ഐശ്വര്യ റോയിയാന്ന്, മഞ്ജു വാര്യരൊക്കെയാന്ന് വിചാരിക്കും. എങ്ങനെ ഇരിക്കും നിങ്ങൾ? മനസ്സിലാവുണ്ടോ? അപ്പൊ ആദ്യം വേണ്ടത് ശ്രദ്ധ വേണമെങ്കിൽ അട്രാക്ട് ചെയ്യപ്പെടണം. എന്ത് വേണം? മനസ്സിലായോ? ആ അട്രാക്ഷൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധ കൂടും. പിന്നെ രണ്ടാമത് വേണ്ടത് അതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം, നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടാവണം. മനസ്സിലായോ? അതിനെയാണ് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് എന്ന് പറയാം. നിങ്ങൾ പഠിക്കുന്ന എല്ലാ പാഠങ്ങളിലും നിങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ അത് എന്തിനാ പഠിക്കണമെന്ന്. എന്താ പറയേണ്ടത്? എന്തിനാ പഠിക്കണമെന്ന് അറിയാം. തിലകൻ ഏതോ ഒരു സിനിമയിൽ ചോദിക്കുന്നത് എന്തിനാ പഠിക്കണേ. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞാൽ ശ്രദ്ധ കൂടും. അല്ലാതെ വെറുതെ പഠിക്കാൻ പറഞ്ഞ് പരീക്ഷയ്ക്ക് എഴുതാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധ കുറയും. മനസ്സിലായോ? അപ്പൊ ചെയ്യണം കാര്യത്തിൽ എന്തിനാണ് എന്നുകൂടി കൃത്യമായിട്ട് അറിയണം. അതെല്ലാ പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്. എല്ലാ ടെക്സ്റ്റ് ബുക്കുകളുടെയും ആദ്യത്തെ പേജുകൾ നോക്കിയാൽ മെസ്സേജ് ടു സ്റ്റുഡൻസ്, മെസ്സേജ് ടു ടീച്ചേഴ്സ്, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ വായിക്കാറില്ല. അത് കൃത്യമായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും ഇത് പഠിച്ചാൽ എനിക്ക് ഇന്നതാണ് കിട്ടുക. പ്രിഫേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബുക്ക് എഴുതുമ്പോൾ എഴുതും. എന്തിനാ പ്രിഫേസ് എഴുതുന്നത്? ഇത് വായിച്ചാൽ നിങ്ങൾക്ക് ഇന്നതാണ് കിട്ടുക. അപ്പൊ ഇതുകൊണ്ട് ഗുണമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ ശ്രദ്ധ കൂടും. മനസ്സിലായോ? ഇപ്പൊ എനിക്കൊരു നാട്ടിൽ പോയി ഒരാളുടെ വീട്ടിലേക്ക് പോകുന്നു. ഓക്കെ, ഞാൻ ഇനി ആ ജീവിതത്തിൽ അവിടെ പോകുന്നേ ഇല്ല. ഞാനത് പഠിക്കാൻ ശ്രമിക്കില്ല. അതേ സമയത്ത് ഞാൻ ഒരു നാട്ടിൽ പോയിട്ട് ഒരു വാടകയ്ക്ക് വീടെടുക്കുകയാണ്. ഇന്ന് പോയി നാളെയും പോണ്ടേ. അപ്പം പോയ വഴിയൊക്കെ ഞാൻ എന്ത് ചെയ്യും? മനസ്സിൽ പതിപ്പിക്കും. കാരണം നാളെയും പോണേ. ഇന്ന് എന്നെ ഒരാൾ കൊണ്ടുപോയിട്ട് കാണിച്ചു തരാൾ, പക്ഷെ നാളെ ഞാൻ ഒറ്റയ്ക്ക് പോകണ്ട. ആ ബോധം എനിക്കുണ്ടാവുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ശ്രദ്ധ കൂടും. അപ്പം നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ എന്ത് തോന്നണം? ആദ്യം
വേണം എന്നുള്ള തോന്നലുണ്ട്. ആ വേണം എന്നുള്ള തോന്നലുണ്ടാക്കലാണ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ജോബ്. ഞാൻ സാധാരണ പറയാറുള്ളത് എല്ലാ ടീച്ചർമാരും അവരുടെ സബ്ജക്റ്റിന്റെ മാർക്കറ്റിംഗ് പേഴ്സൺ ആവണമെന്നാണ്. മാർക്കറ്റ് ചെയ്യണം. മാത്തമാറ്റിക്സ് വലിയ സബ്ജക്റ്റാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പഠിപ്പിച്ചാൽ, അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾ മാത്സ് അസലായിട്ട് പഠിക്കും. മനസ്സിലായോ? ഇതിപ്പോൾ ഏതാ മാസം? ഏപ്രിൽ അല്ലേ? ഏപ്രിൽ എഴുത്. ഏപ്രിൽ. ഞാൻ ഈ പറഞ്ഞ ഒട്ടനെ എഴുതണം. അതിന് താഴെ മെയ്, ജൂൺ ഫുൾ എഴുതണമെന്നില്ല. എ, എം, ജെ, കുറച്ച് സ്ഥലം വിടുക. കാരണം അടുത്ത ക്വാർട്ടറായി. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒരു ക്വാർട്ടറാണ്. ഏപ്രിൽ, മെയ്, ജൂൺ അടുത്ത ക്വാർട്ടറാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അടുത്ത ക്വാർട്ടറായി. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഒക്ടോബർ, ഓ, നവംബർ, ഡിസംബർ. അതിന് മുമ്പ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും എഴുതാം. ഇതിനൊക്കെ പറ്റുന്ന ഓരോ നമ്പർ ഞാൻ തരാം. ആ നമ്പർ മാത്രം എഴുതണം. ജാനുവരിയുടെ നേരെ 2, ഫെബ്രുവരിയുടെ നേരെ 5, മാർച്ച് അഗൈൻ 5, ഏപ്രിൽ 1, മെയ് 3. ഫാസ്റ്റ് ആയിട്ട് എഴുതണം. ജൂൺ 6, ജൂലൈ 1, ഓഗസ്റ്റ് 4, സെപ്റ്റംബർ 0, ഒക്ടോബർ 2, നവംബർ 5, ഡിസംബർ 2. 12 നമ്പർ തന്നില്ലേ? ഏതാ നമ്പർ ഒന്ന് വായിക്ക്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്താ കിട്ടിയത്? 255, 136, 140. ഇനി ഓഗസ്റ്റ് 15 ഏതാ ആഴ്ച കാണണമെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഒരു കൊല്ലത്തെ കലണ്ടർ ഇപ്പം ഞാൻ തന്നു. 12 നമ്പർ ബിക്കംസ് എ കലണ്ടർ ഫോർ യു. ഈ 12 നമ്പർ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചാൽ ഇക്കൊല്ലത്തെ കലണ്ടർ നിങ്ങൾക്ക് എവിടെയും നോക്കാതെ പറയാം. കലണ്ടറിന്റെ പ്രത്യേകത എന്താണ്? ഇയറും മന്തും ഡേറ്റും തന്നാൽ വീക്ക് കണ്ടുപിടിക്കുക. അത്രയല്ലേ ഉള്ളൂ അല്ലേ? ഓഗസ്റ്റിന്റെ കോഡ് എത്രയാണ്? ഇതാണ് കോഡ്. അപ്പോൾ ഓഗസ്റ്റിന്റെ കോഡ് 4 ആണ്. ഞാൻ ചോദിച്ച ഡേറ്റ് എത്രയാണ്? അപ്പോൾ എഴുതാ 15 ഡേറ്റ്. 15 ഓഗസ്റ്റ് 15 ആണ് വേണ്ടത്. ഓഗസ്റ്റ് 15 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓഗസ്റ്റിന്റെ കോഡ് 4 ആണ്. ഓക്കെ, 15ന്റെ കൂടെ 4 ആഡ് ചെയ്യാം. 19. ഡിവൈഡ് ബൈ 7. ഡിവൈഡ് ചെയ്യണ്ട, ഡിവൈഡ് ബൈ 7 എന്ന് മാത്രം എഴുതുക. എനിക്ക് ആവശ്യം റിമൈൻഡർ ആണ്. എത്ര റിമൈൻഡർ കിട്ടാ? ബാലൻസ് എത്ര കിട്ടും? 5 അല്ലേ? ഇനി വേറൊരു ചാർട്ട് ഉണ്ടാക്കുക. ആ ചാർട്ടിൽ 0 റിമൈൻഡർ വന്നാൽ സൺഡേ, 1 വന്നാൽ മൺഡേ, 2 വന്നാൽ ട്യൂസ്ഡേ, 3 വേഗം 4, 5, 6 എഴുതിയോ? ആ ഓർഡറിൽ അങ്ങോട്ട് എഴുതാം. 0 സൺഡേ, 6 സാറ്റർഡേ. ഇപ്പൊ എത്ര റിമൈൻഡർ വന്നത്? 5 അല്ലേ? അപ്പൊ എന്താ ആഴ്ച? ഫ്രൈഡേ. ഓഗസ്റ്റ് 15 is ഫ്രൈഡേ. അപ്പൊ നിങ്ങൾ കലണ്ടർ ഉണ്ടാക്കി കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? മനസ്സിലായോ? അപ്പൊ ഓഗസ്റ്റ് 15 ഫ്രൈഡേ ആണ്, ഹോളിഡേ ആണെന്ന് മനസ്സിലായി. നിങ്ങളുടെ ബർത്ത്ഡേ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ മാത്സ് പഠിച്ചു. എങ്ങനെ പഠിച്ചു? ഡിവൈഡ് ചെയ്യാൻ പഠിച്ചു, റിമൈൻഡർ കാണാൻ പഠിച്ചു, അഡീഷൻ പഠിച്ചു, കോഡ് പഠിച്ചു. പഠിച്ചില്ലേ? ഇതിൽ താല്പര്യം ഉണ്ടാവും. ഇതൊന്നും പഠിക്കാതെ ആഡ് ചെയ്യാൻ മാത്രം പഠിക്കും, അത് ബോറിംഗ് ആവും. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചത് കലണ്ടർ ഉണ്ടാക്കലല്ല, അതിനേക്കാളും പ്രത്യേകത അതിനുള്ളിൽ മാത്സ് കൂടി പഠിപ്പിക്കും. അപ്പൊ ഇങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ്, അപ്ലിക്കേഷനോട് കൂടി പഠിപ്പിക്കുമ്പോൾ അത് സുഖമായിട്ട് പഠിക്കാൻ പറ്റും, ഇൻട്രസ്റ്റ് കൂടും. അപ്പൊ എവിടെ അപ്ലൈ ചെയ്യാന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ നെക്സ്റ്റ് കം ഫാസ്റ്റ്. കമോൺ ആർക്കും വരാം. യു കം, പുൾ കം ഫാസ്റ്റ്. ലീഡർ പറഞ്ഞാൽ കേൾക്കണം. വേഗം. 15 മിനിറ്റേ ഉള്ളൂ. 2 പേർക്കും കൂടെ വരാൻ ചാൻസ് ഉള്ളൂ. വേണമെങ്കിൽ ഓടി വരാം.
I am Agnaya. എന്ത്? I am Agnaya. ആഗ്നേയ എന്താണ് അർത്ഥം? Agni. ആഗ്നേയ എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ അഗ്നി നിട്ടാ പോലെ. Agni എന്നാണ് അച്ഛനമ്മ പറയുന്നത്. ഓക്കെ. അപ്പൊ ആള് ചൂടാണ് എപ്പോഴും അല്ല? അല്ല. പറയും എന്താ പഠിച്ചത്? കമ്മ്യൂണിക്കേഷൻ. അതെല്ലാം കമ്മ്യൂണിക്കേഷനാണ്, വേറെ പുതിയതൊന്നും പഠിച്ചിട്ടില്ല. അല്ല ഉണ്ട്. അല്ല ഉണ്ട്. മൾട്ടി ശരിക്കും ഫുള്ള് പറ. മൾട്ടിപ്പിൾ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഗുഡ്. അടുത്ത ചോദ്യം ചോദിക്കും. ഹൗ ടു അച്ചീവ് അവർ ഓൺ ഗോൾസ്. എന്താ ഇയാളുടെ ഗോള്? എഞ്ചിനീയറിംഗ്. വളരെ എളുപ്പ. എഞ്ചിനീയറിംഗ് ബിടെക് പഠിക്കലാണോ? എല്ലാ മണ്ടന്മാർക്കും ചേരാൻ പറ്റുന്ന ഒരു കോഴ്സ്, എവിടെയും ഫ്രീ കോഴ്സ്, ആർക്കും ചേരണ്ടാത്ത കുറേ വേക്കന്റ് സീറ്റുള്ള ഒരു സ്ഥലമാണ് എഞ്ചിനീയറിംഗ്. അങ്ങനെയല്ല പറയേണ്ടത്. എഞ്ചിനീയറിംഗ് പഠിക്കലല്ല ജീവിതത്തിന്റെ ഗോൾ, ഡോക്ടർ ആവലല്ല ജീവിതത്തിന്റെ ഗോൾ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? അല്ല, ബിടെക് കഴിഞ്ഞ് എന്ത് ചെയ്യണം? PSC കോച്ചിങ് സെന്ററിൽ പോകണം ആണോ? എന്താണ് ജീവിതത്തിന്റെ അൾട്ടിമേറ്റ്? നിങ്ങൾ തന്നെ വരയ്ക്കണം. എന്ത് വരയ്ക്കണം? ഡ്രോ എ ലൈൻ. ഓക്കെ, ഇത് ഏത് വർഷം? 2025. 2030, 35, 40, 45 എത്ര വരെ വരയ്ക്കോ അത്ര വരെ വരച്ചിട്ട് ആരാവും എവിടേക്ക് എത്തുന്നു തീരുമാനിക്കാം. ബിടെക് എന്ന് പറയുന്ന ഒരു ബസ് മാത്രമാണ്. അതിൽ കയറിയാൽ എവിടെ പോകുന്നു തീരുമാനിച്ചിട്ടേ അതിനകത്ത് കയറാവും. അതല്ലെങ്കിൽ എന്ത് പറ്റും? അതിൽ കയറി ഇറക്കി വിടുന്നിടത്ത് ഇറങ്ങും, പിന്നെ ഒരു മുന്നോട്ടുള്ള യാത്ര ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഡോക്ടർ TPS, വാട്ട് ടു സ്റ്റഡി, വേർ ടു സ്റ്റഡി, ഹൗ ടു സ്റ്റഡി, വെൻ ടു സ്റ്റഡി, വൈ ടു സ്റ്റഡി, കുറേ സീരീസ് ചെയ്തിട്ടുണ്ട്. 1000 പേര് എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോഴാണ് അതിലൊരു 10 എണ്ണം റെക്കോർഡ് ചെയ്തിട്ട് ഉള്ളിലിടുന്നത്. ഓക്കെ, അതിൽ ഏത് പഠിക്കണം? ഇലക്ട്രോണിക്സ് പഠിക്കണോ, മെക്കാനിക്കൽ പഠിക്കണോ, സിവിൽ പഠിക്കണോ? ഇന്നലെ ഞാൻ കണ്ടു നിങ്ങളെ ഡിവൈഡ് ചെയ്തിട്ട് AI, കുറേ ആൾക്കാർ AIയുടെ കൂടെ പോയി. സിവിൽ സർവീസ് ആരുമില്ല. ഈ AI പഠിച്ചതുകൊണ്ട് ആണോ അല്ലയോ? ഏറ്റവും കൂടുതൽ ലാർജ് ഗ്രൂപ്പ് അവിടെ ആയിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ല ശരിക്കും AI എന്താ. ആരോ പറഞ്ഞിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, ഇതൊക്കെ വലിയ വലിയ വാക്കുകളാണ്, വെർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതെന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അത് പഠിച്ചത് കൊണ്ട് എന്ത് ജോലി എന്ന് തീരുമാനിച്ചിട്ടുമില്ല ഇതുവരെ. ഓക്കെ, അത് എന്ത് പഠിക്കണം തീരുമാനിക്കുന്നതിന് മുമ്പ് അത് കഴിഞ്ഞാൽ എന്ത് ജോലിക്ക് പോകാൻ പറ്റുന്ന കൃത്യമായിട്ട് അറിയാം. സ്കിൽ ആണ്, പ്രൊഫഷണൽ ആണ് ഈ ബിടെക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അത് പ്രൊഫഷണൽ അല്ല. എന്താ കാരണം? അവിടെ പഠിപ്പിക്കുന്ന ഒരു മാഷന്മാരും ഇതുവരെ ആ പണി ചെയ്തിട്ടില്ലാത്തത്. മനസ്സിലാവുണ്ടോ? എൻ്റെ കൂടെയൊക്കെ കുട്ടികൾ കുറേ പേര് എൻ്റെ വീട്ടിൽ ഹൈദരാബാദിൽ വരും. ശിക്ഷ ഹോളിഡേ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ഉണ്ട്. ബിടെക് ഒക്കെ ഏറ്റവും നല്ല മാർക്കൊക്കെ മേടിക്കുന്ന പിള്ളേരായി. ഏതാ സബ്ജക്ട് എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. സ്ക്രൂ ഡ്രൈവർ കൊടുത്തിട്ട് ഉടനെ സ്വിച്ച് ബോർഡ് തുറക്കാൻ പറയും. ഇലക്ട്രിക്കൽ പണിയാണല്ലോ അല്ലേ? ഇതൊന്നും നമ്മൾ ഇതുവരെ തൊട്ടിട്ടില്ല. ഇതൊന്നും തൊടാതെ ആരാവാം? ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. എന്നിട്ട് ഞാൻ അഴിച്ച് കാണിച്ചു കൊടുക്കും. ഈ പണിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ അഴിച്ച് കംപ്ലീറ്റ് അഴിച്ചിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും ധൈര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി നോക്കാം. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും കോള് വരും, വീട്ടിലെല്ലാം കത്തിച്ച് കളഞ്ഞു കളി. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ പോരാ. കൃത്യമായിട്ട് എന്താണ് പഠിക്കേണ്ടത് അത് ആ കോഴ്സിന് ചേരുന്ന ഒരാൾ ചെറുപ്പത്തിലേ നമുക്കറിയാം. അവരുടെ ഇൻട്രസ്റ്റ് ഇതാണെന്നൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇഷ്ടമാണ്, മെക്കാനിക്കൽ ഇഷ്ടമാണ്, സിവിൽ ഇഷ്ടമാണ്, മാത്സ് ഇഷ്ടമാണോ? അല്ല. മാത്സ് ഇഷ്ടമല്ലെങ്കിൽ ഇതൊന്നും പഠിക്കാൻ പറ്റില്ല. എനിക്ക് മെക്കാനിക്കൽ ഇഷ്ടമാണ്, ഫിസിക്സ് ഇഷ്ടമാണോ? അല്ല, എന്നാൽ അത് പഠിക്കാൻ പറ്റില്ല. സിവിൽ എഞ്ചിനീയറിംഗ് ഇഷ്ടമാണ്, കെമിസ്ട്രി ഇഷ്ടമാണോ? അല്ല, കെമിസ്ട്രി ഇഷ്ടമല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ പഠിക്കുന്ന വിഷയങ്ങൾ എന്തിനാ പഠിക്കണമെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ളതിലേക്കുള്ള ഇൻട്രസ്റ്റ്. അപ്പൊ ഇപ്പൊ ഏത് പഠിക്കണം? എല്ലാ വിഷയവും അസലായിട്ട് പഠിക്കും. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ്? ഒരിക്കലും എഞ്ചിനീയറിംഗിനെ കുറിച്ചോ മെഡിസിനെ കുറിച്ചോ 10ാം ക്ലാസ് കഴിയുന്നത് വരെ ആലോചിക്കരുത്. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചാൽ പറ്റുന്ന കുഴപ്പം എന്താ വെച്ചാൽ പല സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കേണ്ട പോലെ പഠിക്കില്ല. എഞ്ചിനീയർ ആവാൻ തീരുമാനിച്ചു, ബയോളജി ഒന്നും എഞ്ചിനീയറിംഗിന് വേണ്ടല്ലോ എന്ന് പറയും. അവസാനം കിട്ടുന്നത് ചിലപ്പം ബയോടെക് ആയിരിക്കും.
എഞ്ചിനീയറിംഗ്. അങ്ങനെ ബയോടെക്നോളജി ഒക്കെ പഠിച്ച കുറേ പേരൊക്കെ ഉണ്ട്. അങ്ങനെ ബയോടെക്നോളജി പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഞാൻ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് MSW പഠിപ്പിക്കാൻ പോയി അമൃതയിൽ. നിങ്ങൾ എന്തിനാ MSW എടുത്തത്? അതിലെല്ലാവരും MSW MBA ഒക്കെ നോക്കിയാൽ എല്ലാവരും ബയോടെക്നോളജിക്കാരാണ്. കാരണം ബയോടെക്നോളജിക്കൊന്നും അധികം ജോലി കിട്ടുന്നില്ല. അപ്പോൾ അവരൊക്കെ MBA ഒക്കെ എന്തിനാണ് അവിടെ ചേർന്നത്? MBA 15 ലക്ഷം, MSW 5 ലക്ഷമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ചേർന്നത്. അതിന് താല്പര്യമുള്ളതുകൊണ്ടല്ല. അപ്പം താല്പര്യം നോക്കിയിട്ട് പഠിക്കണം. എന്താ പഠിക്കേണ്ടത് തീരുമാനിക്കണം. അതറിയാതെ എവിടെയെങ്കിലുമൊക്കെ എത്തിയാൽ ചില ബസ് കയറിയിട്ട് എവിടെയെങ്കിലും പോകും. പോകേണ്ടടുത്തേക്കല്ല പോണത്, വേറെ എവിടെയോ എത്തും. അതുകൊണ്ട് എന്ത് പഠിക്കണം എന്നുള്ളത് ഇപ്പം എന്തേ പറയാവൂ. എനിക്ക് മാത്സ് ഇഷ്ടമാണ്, ഫിസിക്സ് ഇഷ്ടമാണ്, കെമിസ്ട്രി ഇഷ്ടമാണ്. ഈ 8ാം ക്ലാസ്സിലെ കുട്ടികളടുത്തൊന്നും എനിക്ക് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ഓപ്ഷനെ കുറിച്ച് ആലോചിക്കാനേ പാടില്ല. ശരിക്കും എന്നോട് ചോദിക്കേണ്ടത് ഫിസിക്സിൽ ഇന്നൊരു സംഭവം എനിക്ക് ക്ലാസ്സിൽ പഠിക്കാനുണ്ട്, അതെങ്ങനെ കൃത്യമായിട്ട് പഠിക്കാം. അപ്പോഴാണ് നിങ്ങൾ ശരിക്കും സ്റ്റുഡൻ്റ് ആവുക. ഇപ്പം സ്റ്റുഡൻ്റ് അല്ല, ജീവിതത്തിൽ എന്തൊക്കെയോ ആവാൻ വേണ്ടിയിട്ട് തത്രപ്പാടിൽ ചാടി ഓടി പോയിട്ട് വേഗം ജോലി കിട്ടണം, എന്നിട്ട് കുറെ കാശുണ്ടാക്കണം, എന്നിട്ട് വിവാഹം കഴിക്കണം, എന്നിട്ട് പിള്ളേരുണ്ടാക്കണം, എന്നിട്ട് വീട് വെക്കണം, എന്നിട്ട് പൊസിഷനിലെത്തണം. ഇതാണ് നിങ്ങളുടെ ചിന്ത. ആ ചിന്തയിൽ നിന്ന് പുറത്തു വരാത്തൊരുത്തോളം കാലം നിങ്ങൾ സ്റ്റുഡൻ്റ് ആവില്ല. മനസ്സിലായോ? ഇപ്പൊ വേണ്ടത് എനിക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊക്കെ പഠിക്കാനല്ല. സദ്യയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തിനെ കുറിച്ച് ആലോചിക്കണം? ഭക്ഷണത്തെ കുറിച്ച് ആലോചിക്കണം. സ്കൂളിൽ വന്ന് പഠിക്കുമ്പോൾ ആലോചിക്കേണ്ടത് ഈ പഠിക്കുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ്. അതിന്റെ ടേസ്റ്റ് ഒക്കെയാണ് അറിയേണ്ടത്. ആ ടേസ്റ്റ് നിങ്ങൾ അറിയുന്നില്ല. വലിയ അബദ്ധത്തിലാണ് നിങ്ങൾ പോണത്. നിങ്ങളാരുടെ കുഴപ്പമല്ല, ഞാൻ പറയണ്ടല്ലോ ആരുടെ കുഴപ്പമാണ്. എല്ലാ പിള്ളേരുമാണ് 6ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും ആവണം ഇവിടെ. അടുത്ത കാലത്തൊരു പാരന്റ് ടീച്ചറൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ വലിയ ടെൻഷനാണ്. എൻ്റെ മോക്ക് LKG ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടില്ല. വലിയ പ്രശ്നമല്ലേ? LKG ഫസ്റ്റ് റാങ്ക് ഇല്ല. അത് കൊടുത്തതേ പോലീസ് ഓഫീസറുടെ മോളാ. അതുകൊണ്ട് സ്കൂൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അയാളെ പേടിപ്പിച്ചിട്ട് കൊടുത്തായിരിക്കുന്നു. വലിയ അബദ്ധമാണ്. ഞാൻ പറഞ്ഞു ആത്മഹത്യ ചെയ്തോളാൻ പറഞ്ഞു. KG ക്ലാസ് കിട്ടിയിട്ടില്ലല്ലോ, പോയി ആത്മഹത്യ ചെയ്യാം അമ്മ. നാളത്തെ ന്യൂസ് പേപ്പറിൽ വലുതായിട്ട് വരും. പക്ഷെ ഇപ്പൊ വേണ്ട, ഒരു 5-10 ആളോട് സംസാരിച്ചിട്ട് ചെയ്താൽ മതി. കാരണം ലാസ്റ്റ് എന്നെ വിളിച്ചാൽ എൻ്റെ പിന്നാലെ ഞാൻ പോണ്ടേ. കുറേ കൂടെ ആൾക്കാരെ കൂടെ വിളിച്ച് പറ. എന്ത് ടെൻഷനാണെന്നറിയോ? റാങ്ക് കിട്ടാത്തോണ്ട്, മാർക്ക് കിട്ടാത്തോണ്ട്. നിങ്ങളുടെ ഒന്നും പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ പഠിക്കാൻ തീരുമാനിക്കുന്നോ അപ്പം പഠിക്കാൻ പറ്റും. പക്ഷെ പഠിക്കുന്ന ശീലം ഉണ്ടാവും. ആ വിഷയമല്ല പ്രാധാന്യം. എന്താ പ്രാധാന്യം? അറിയാനുള്ള ആഗ്രഹം. 10 ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവണം. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. മനസ്സിലായോ? നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് വിഷയം ലോകത്തിൽ ഏതാണെന്നറിയോ? നിങ്ങളെ പഠിപ്പിക്കുന്ന എത്ര ടീച്ചർമാർക്ക് അറിയുന്നറിയില്ല. നിങ്ങളെയൊക്കെ എന്താണ് ഏറ്റവും നല്ല നാളത്തെ അറിവിലേക്ക് നയിക്കാൻ പോകുന്ന ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ്? ഇപ്പൊ എഞ്ചിനീയർ ആവണം, ബിടെക് ആവണം, ഏതാണ് ഏറ്റവും നല്ല സബ്ജക്റ്റായി മാറാൻ പോകുന്ന അടുത്ത ലോകം? പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നാണ്. എന്താണ് പ്രോംപ്റ്റ്? എന്താണ് ചോദിക്കേണ്ടത് നല്ല ഉത്തരം കിട്ടാൻ എന്ന് അറിയാൻ വേണ്ടത്. ഗൂഗിളിൽ എല്ലാത്തിനും ഉത്തരം കിട്ടുമല്ലോ. എപ്പോഴേ കിട്ടുള്ളൂ? എന്താണ് ചോദിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ചോദിച്ചാലേ കിട്ടൂ, അല്ലേ? അതിനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരാണ് നാളെ ഗൂഗിളിൽ ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ ഉത്തരം കൊടുക്കണം എന്നല്ലേ ഗൂഗിൾ ഉണ്ടാക്കേണ്ടത്. അത് ഗൂഗിൾ മാത്രമല്ല, എത്ര കമ്പനികൾ, കുറേ കമ്പനികൾ. ChatGPT എന്ന് പറയുന്ന ഒരു സാധനം ഇറക്കി അപ്പം തന്നെ ഗൂഗിളും മൈക്രോസോഫ്റ്റും എല്ലാവരും ഇറക്കി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവരൊക്കെ ഇത് പാരലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു? പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഷയം എവിടെയും പഠിക്കണില്ല. ഉണ്ട്. LKG മുതൽ, ജനിച്ച അന്ന് മുതൽ നമ്മൾ ഓരോ കാര്യവും ചോദിച്ച് വീട്ടിൽ പഠിക്കുന്നതാ. ഇതെന്താണ്, അതെന്താണ്, ഇതെങ്ങനെയാന്നൊക്കെ ചോദിക്കുമല്ലോ നമ്മൾ. അങ്ങനെ ചോദിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് എപ്പോൾ നല്ലപോലെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ, ബാക്കിയുള്ളവരോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നുണ്ടോ, ആ അറിവ് നിങ്ങൾക്കുണ്ടാവും. ഓക്കെ? ചോദ്യം ചെയ്യാൻ മടിക്കാതിരിക്കുവിൻ, മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയുവിൻ, ഓരോ ചെറു വസ്തുവിലും വിരൽ തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? ഇത് ചോദിക്കുക. മനസ്സിലായോ? ആ ചോദ്യം ഉണ്ടായാൽ നന്നായി.
Good enough? Anything more? Last test of the last test. Yeah, come fast. ഇപ്പൊ ക്ലോസ് കഴിഞ്ഞു. I am Sivaranjani. അതേതോ രാഗല്ല. എത്രാമത്തെ മേളകർത്താരാകാം? അതൊക്കെ അറിയണം. ആരോടെങ്കിലും ചോദിച്ച് കണ്ടുപിടിക്കും കേട്ടോ. സാറെന്ന് പറഞ്ഞു. സാറല്ല. അല്ല, TPS എന്ന് പറഞ്ഞു. എല്ലാ സെക്കൻഡും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് എല്ലാ സമയവും നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? എങ്ങനെ നമ്മുടെ സമയം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് അല്ലേ? ഞാൻ പറഞ്ഞു 3 കാര്യങ്ങളാണ് വേണ്ടത്. മറ്റൊന്ന് ഇതിലേതെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഭഗവാൻ കൃഷ്ണൻ കർമ്മയോഗത്തിൽ പറയുന്നത് ആരും ഒന്നും ചെയ്യാണ്ട് ഒരിക്കലും ഇരിക്കത്തില്ല. കണ്ണ് തുറന്നോ അപ്പൊ ഇന്ദ്രിയങ്ങളൊക്കെ വർക്ക് ചെയ്യും. കണ്ണടച്ചു ഉറക്കത്തിലാണ്, സ്വപ്നത്തിലല്ല, ഗാഠനിദ്രയിലാണെങ്കിലും ശരീരത്തിൽ പലതും നടക്കുന്നുണ്ട്. ദഹനം നടക്കുന്നുണ്ട്. നല്ലോണം ഭക്ഷണം കഴിച്ച് കിടന്നാൽ രാവിലെ ആകുമ്പോൾ ദഹിക്കണില്ലേ? അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളല്ലാത്തവയുടെയും ചില സമയത്തൊക്കെ ചില കാര്യങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ സമയം എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കണം? ചിലത് കണ്ടുപഠിക്കണം, ചിലത് കേട്ട് പഠിക്കണം, ചിലത് വായിച്ച് പഠിക്കണം, ചിലത് ഡിസ്കസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? 20 points to students, 30 points to students, 20 points to parents and teachers. ഡോക്ടർ TPS ബ്ലോഗ് ഉണ്ട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? എവിടെ? അരവിന്ദ്. ആ ബ്ലോഗ് നോക്കുക, കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. 30 points to students, 20 points to parents and teachers. TPS. ഫൈൻ. എന്ത് ചെയ്യണം? രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റ്? 6:30. എന്ത് കേട്ടിട്ടാണ് എഴുന്നേക്കുക? അലാറം കേട്ടിട്ടാണോ എഴുന്നേക്കുക? അതിന് മുമ്പ് എന്തെങ്കിലും കാരണം? അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഉണർന്നിട്ട് അലാറം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക. ആരാ പറഞ്ഞങ്ങനെ കാത്തിരിക്കാൻ? ഉണർന്നാൽ ഉടനെ എഴുന്നേക്കുക, അല്ലെങ്കിൽ ആ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യുക. മനസ്സിലാണ്? ഉണർന്നാൽ ഉടനെ എഴുന്നേക്കുക. അപ്പൊ എങ്ങനെ ഉണർന്നാൽ ഉടനെ എഴുന്നേക്കും? ഉണർന്നാൽ ശബ്ദം കേൾക്കും. ശബ്ദം കേട്ടാൽ ഉണരില്ല. ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ഉണർന്നാൽ ശബ്ദം കേൾക്കും, ശബ്ദം കേട്ടാൽ ഉണരില്ല. അപ്പൊ നിങ്ങൾ ഉണർന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷെ എഴുന്നേക്കുന്നില്ല. വേക്കിംഗ് അപ്പ്, ഗെറ്റിംഗ് അപ്പ് രണ്ടും ഡിഫറെന്റ് ആണ്. യു വോക്ക് അപ്പ് ആൻഡ് യു ആർ വെയിറ്റിംഗ്. എന്തിന്? ആരോ വിളിക്കാൻ, അലാറം അടിക്കാൻ ആണോ അല്ലയോ? ഇപ്പൊ രാവിലെ ഉണർന്നാൽ ഉടനെ എഴുന്നേക്കാനുള്ള ഒരു മരുന്നാണ് രാത്രി കിടക്കുമ്പോൾ 3 ലിറ്റർ വെള്ളം കുടിക്കുക. അപ്പൊ എന്ത് പറ്റും? രാവിലെ അലാറം അടിക്കാൻ കാത്തുക്കോ? എഴുന്നേറ്റ ഉടനെ ഓടില്ലേ? ഇന്ന് മുതൽ ചെയ്യും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ക്ലാസ്സിൽ ടീച്ചർമാർ പഠിപ്പിക്കാൻ പോകുന്ന വിഷയം ഫുൾ പഠിച്ചു വന്ന് ക്ലാസ്സിലിരിക്കുക. ആരും പഠിപ്പിക്കാൻ കാത്തിരിക്കരുത്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ട് ഇല്ലേ? വെക്കേഷൻ ഉണ്ട്. വന്നു കഴിഞ്ഞാൽ എന്താ? കംപ്ലീറ്റ് പഠിച്ചിട്ട് വരിക. ഇപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള വഴി പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇരിക്കും? പറയും, തെറ്റുമ്പോൾ ഞാൻ പിടിക്കാന്ന് പറയും ഇല്ലേ? ആ ഭാവത്തിൽ വേണം ക്ലാസ്സിലിരിക്കാൻ. ഞാനൊക്കെ അങ്ങനെയാണ് പഠിച്ചത്. കംപ്ലീറ്റ് പഠിച്ചിട്ട് വന്ന് ക്ലാസ്സിലിരിക്കും. നല്ല ശ്രദ്ധ വരും. അറിയാത്ത വാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിക്കുന്ന സോഷ്യൽ സയൻസോ മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ ഏതോ ആയിക്കോട്ടെ, അതിനകത്ത് ഉപയോഗിക്കുന്ന പല വാക്കുകളുടെയും അർത്ഥം നിങ്ങൾക്കും അറിയില്ല, പഠിപ്പിക്കുന്ന ആൾക്കും അറിയില്ല. കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ് സത്യം. ഡിക്ഷണറി നോക്കിയിട്ട് അർത്ഥം, അത് മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് നോക്കുക, എല്ലാ വാക്കുകളുടെയും അർത്ഥം ഡിക്ഷണറി നോക്കുക. ഡിക്ഷണറി ഡിജിറ്റൽ ഡിക്ഷണറി മതി, അതാണ് കുറച്ചും കൂടി എളുപ്പം. wordhippo.com എന്ന് പറയുന്ന ഡിക്ഷണറിയാണ് ഏറ്റവും നല്ല ഡിക്ഷണറി ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച്. വേർഡ് ഹിപ്പോ
വേർഡ് ഹിപ്പോ എന്ന് പറയുന്ന ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ അതിന്റെ കൃത്യമായ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ സിമിലർ. ഇംഗ്ലീഷിൽ ഒരു വാക്കിനും അർത്ഥമില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇക്വലന്റ് ആയിട്ടൊരു വാക്കില്ല, ഓരോന്നും ഡിസ്റ്റിങ്ക്ട്ലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയാ, സിനോണിം, ആന്റോണിം എന്ന് പറയാം. സിനോണിം എന്ന് പറഞ്ഞാൽ എന്താ, അടുത്ത് നിൽക്കുന്ന വാക്കുകൾ. മനസ്സിലായോ? അത് നോക്കുക, ആ അർത്ഥമാണോ എനിക്ക് ഈ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കേണ്ടത് നോക്കുക. എന്നിട്ട് അത് നോക്കിയിട്ട് അതിന്റെ ആന്റോണിം സിനോണിം ഒക്കെ ഒന്നുകൂടി പഠിക്കാം. ആ വാക്കുകൾ ഒരിക്കലും പിന്നെ നോക്കേണ്ടി വരരുത് ജീവിതത്തിൽ. ഓരോ വാക്കും കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ പതിക്കാം. എത്ര സമയം ഉപയോഗിക്കാൻ നോക്കല്ലേ. മനസ്സിലാവുണ്ടോ? ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. എപ്പോ? ജീവിതത്തിന്റെ ഫുൾ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നല്ല കവിതകൾ എഴുതാൻ പറ്റും, നല്ല കഥകൾ എഴുതാൻ പറ്റും, നല്ല വായനാശീലം ഉണ്ടാവും. ഫാസ്റ്റ് റീഡിംഗ് ആണ്. എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിലും ഇംഗ്ലീഷ് പാരഫ്രൈസിങ്, എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിലും ഇംഗ്ലീഷ് റൈറ്റിംഗ്. ക്വസ്റ്റ്യൻസ് ഒരു പാരഗ്രാഫ് തന്ന് ക്വസ്റ്റ്യൻ വന്ന് കേൾക്കണം. എബ്രോഡിലൊക്കെ പോകണമെങ്കിൽ യു ഹാവ് ടു ലിസൺ ആൻഡ് ദെൻ ഫ്രം ദ ക്വസ്റ്റ്യൻ ഗിവ് ദ ആൻസർ. അപ്പൊ നല്ലോണം മെനക്കെടണം. ഫൈൻ, അതാണ് വേണ്ടത്. ഗുഡ് ഇനഫ്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ലാസ്റ്റ് ടെസ്റ്റ്. എനിബഡി, പാരന്റ്സ് ഓർ ടീച്ചേഴ്സ് who want? Otherwise we'll close. Yeah. My name is Devan P. എന്താണ് പേര്? Devanand. ദേവാനന്ദ്. ഓക്കെ. അതൊരു സിനിമ ആക്ടർ അല്ലേ? എവിടുത്തെ? Bollywood. ആ Bollywood. ബോളിവുഡ്. Bollywood. അതെവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ്? Hindi film. ആ, ഓക്കെ. I am asking you, Mr. Dr. TPS, can you explain the MOC or the massive open online course? Massive open online course. മൂക്ക്. എന്താണ്? MOOC. മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്. ഏത് വിഷയമാണ് പഠിക്കേണ്ടത്? ഏതെങ്കിലും ഒരു കാര്യം. അപ്പോഴല്ലേ അതിനകത്ത് കയറാം. ബേസിക് കെമിസ്ട്രി. ബേസിക് കെമിസ്ട്രി മാസീവ്. ഏത് ക്ലാസ്സിലാണ് മോനെ? പീരിയോഡിക് ടേബിൾ ഫുൾ ബൈ ഹാർട്ട് ആണോ? അല്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കണം? 5 ദിവസം മതി നിങ്ങൾക്ക് ഫുൾ പീരിയോഡിക് ടേബിൾ ബൈ ഹാർട്ട് പഠിക്കാം. 5 ദിവസം. ദേവാനന്ദ്, എൻ്റെ നമ്പർ ഉണ്ടല്ലോ. 5 ദിവസം കഴിഞ്ഞ് വിളിക്കുമോ മോൻ? എന്നിട്ട് പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ് എന്നെ പറഞ്ഞു കേൾപ്പിക്കോ? ഉറപ്പാണോ? എന്തെളുപ്പം അറിയോ? നിങ്ങൾ ആരെങ്കിലും പീരിയോഡിക് ടേബിൾ നഴ്സറി റൈം എന്ന് പറഞ്ഞ് യൂട്യൂബിൽ തപ്പിയിട്ടുണ്ടോ? തപ്പ് മക്കളെ. നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പഠിക്കണില്ല, അനാവശ്യമായിട്ട് സമയം കളയാണ് ജീവിതത്തിൽ. എന്തൊക്കെ പഠിക്കാം, എന്തൊക്കെ പഠിപ്പിക്കാമെന്നറിയോ? കെമിസ്ട്രി പഠിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് പീരിയോഡിക് ടേബിൾ ആണ്, അല്ലേ? പീരിയോഡിക് ടേബിൾ ബൈ ഹാർട്ട് പഠിക്കാൻ നിങ്ങൾക്കൊക്കെ 2 ദിവസം മതി. ആദ്യത്തെ എലമെന്റ് ഏതാ? ഹൈഡ്രജൻ. പിന്നെ ആ ലെവലില് കൃത്യമായിട്ട് അറ്റോമിക് വെയിറ്റ് വെച്ചിട്ടുള്ള നല്ല നഴ്സറി റൈം ഉണ്ട്. ഒരു 100 നഴ്സറി റൈം ഉണ്ടാവും. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇന്റർനെറ്റ് ഒന്നും ഉപയോഗിച്ചിട്ടുള്ള കാലഘട്ടത്തിലൊന്നും അല്ല ക്ലാസ് എടുക്കാൻ പോയി തുടങ്ങിയത്. ഞാൻ ദോഹയിൽ ബിർള പബ്ലിക് സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ ഒരു കുട്ടി എന്നെ പഠിപ്പിച്ചതാണ്. ഞാനിപ്പോഴും ഇവിടെ 2-3 ദിവസമായി. നിങ്ങളടുത്ത് ഒന്നും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് കുറേ കാര്യം പഠിക്കുന്ന ഒരാളാണ്. ഞാൻ പഠിപ്പിക്കുന്ന ഒന്നും എൻ്റെ പഠിപ്പല്ല, ആരൊക്കെയോ പഠിപ്പിക്കുന്ന അവിടുന്ന് ഇവിടുന്നൊക്കെ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് ഞാൻ മറക്കില്ല ബിർള പബ്ലിക് സ്കൂളിലൊക്കെ പോയിട്ട് എടുത്തുള്ള. നിങ്ങൾ കാണണം ബിർള പബ്ലിക് സ്കൂൾ, ഡോക്ടർ TPS അടിച്ചു നോക്ക്. അവിടെയുള്ള കുട്ടിയെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട്. അരവിന്ദ വിദ്യാമന്ദിരത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് 11, 12 ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ടെയാണ്. ആ കുട്ടി ഇരിക്കുന്ന ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് പീരിയോഡിക് ടേബിൾ എന്ത് പഠിച്ചത്? നഴ്സറി റൈം ബൈ ഹാർട്ട് പഠിക്കണം. കാരണം നഴ്സറി റൈം കൃത്യമായിട്ട് നമുക്ക് ആ പീരിയോഡിക് ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ അറ്റോമിക് വെയിറ്റ് അറിയാം, എവിടെയൊക്കെയാണ് ഗ്യാസസ് ഉള്ളത്, എവിടെയൊക്കെയാണ് മെറ്റൽസ് ഉള്ളത്. അങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ഭാഗം എടുത്തിട്ട് മാത്രം കളർ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ടേബിൾസ് ഉണ്ട്.
ആ ടേബിൾ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞാൽ കെമിസ്ട്രി പഠിച്ചു. അതിന് മൂക്കിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് ഹയർ ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴാണ് മൂക്ക് വേണ്ടത്. 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ പറ്റും. കെമിസ്ട്രി ഒക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇത്തരം സംഭവങ്ങളാണ് നല്ലത്. ഇനി കുറച്ചും കൂടി നല്ലതായിട്ടുള്ള പുതിയ സബ്ജക്റ്റുകളൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് മൂക്കിലേക്ക് പോവാം. മൂക്ക് എന്ന് പറയുന്ന ഒരു വലിയൊരു സബ്ജക്റ്റാണ്, ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിലല്ല പോകേണ്ടത് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് വേണ്ട, ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം അതിനകത്ത് എഴുതാം. ആ വിഷയത്തിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ടോ അവിടെ പോവുക, ചേരുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, ഓൺലൈനായിട്ട് പഠിക്കുക, ഒരു സർട്ടിഫിക്കറ്റ് ഫ്രീ ആയിട്ട്, ഒരു കാശും കൊടുക്കണം. ഓക്കെ, ഇതുപോലെയുള്ള നല്ല കവിതകളുണ്ട് ഇഷ്ടം പോലെ. ഇന്ത്യയിലെ എല്ലാ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെയും പ്രൈംസ് ഇൻ ലൈൻ ഡോക്ടർ TPS അടിക്കുക. പ്രൈം ഇൻ ലൈൻ, എല്ലാ പ്രൈം മിനിസ്റ്ററിന്റെ പേര് വെച്ചിട്ട് കവിത ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളും അറിയാം നിങ്ങൾക്ക് ക്രമത്തില്? തിരുവനന്തപുരം മുതൽ എന്ന് പറഞ്ഞേ. വയനാട് വിട്ടു. ഇതൊക്കെ ഞാൻ പഠിച്ചത് പാട്ടായിട്ടാണ്. ഇപ്പം ആന്ധ്രാപ്രദേശിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ എല്ലാ ഡിസ്ട്രിക്റ്റും വെച്ച് ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്, തെലുങ്കിലാണ് എഴുതിയത്. അപ്പം ഇതൊക്കെ എളുപ്പം പഠിക്കാൻ പറ്റുന്നത് പാട്ടിലൂടെയാണ്. ഓക്കെ, ഇപ്പോൾ കെമിസ്ട്രിയൊക്കെ അങ്ങനെ പഠിക്കാം. പീരിയോഡിക് ടേബിൾ നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള സാധനം. അമേരിക്കയിലൊക്കെ 50 സ്റ്റേറ്റ് ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെയുള്ള കംപ്ലീറ്റ് പാട്ടുകൾ. ഗോട്ട് ഇറ്റ്? ഇപ്പം ചിലത് ബൈഹാർട്ട് പഠിക്കണം. എന്ത് ചെയ്യണം? മെമ്മറൈസ് ചെയ്യണം. എന്ത് ചെയ്യണം? മെമ്മറൈസ് ചെയ്യാനുള്ളത് അങ്ങനെ തന്നെ ചെയ്യണം. ബാക്കി നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് നോളജ് ഹെഡിലേക്ക് പോകണം, കുറേ ആലോചിക്കണമെങ്കിൽ അപ്ലൈ ഫോർ മൂക്ക്. പക്ഷേ ഈ ഒരു പ്രായത്തിലാണോ എന്ന് ചോദിച്ചാൽ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റൊക്കെ നിങ്ങളുടെ സിലബസ് ഒക്കെ സിസ്റ്റമാറ്റിക്കലി പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ജനറൽ ആയിട്ടുള്ള ചില സംഭവങ്ങൾ ഇപ്പം നിങ്ങൾക്ക് മൂക്കിൽ ചെയ്യാൻ പറ്റുന്നത് പൈത്തൺ എന്ന് പറയുന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം, ഡിസൈനിങ് പഠിക്കണം. യു ക്യാൻ ലേൺ ഇറ്റ്. ഗോട്ട് ഇറ്റ്? യാ, ഗുഡ് ഇനഫ്. ടാറ്റ, ബൈ ബൈ. ഈ വീഡിയോ ഫുൾ യൂട്യൂബിലുണ്ടാവും. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഉള്ളത്. ഇന്ന് ആദ്യത്തെ ദിവസത്തേത് കുറച്ച് ഭാഗം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ശിശിരൊക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആദ്യം ഓടി വന്നവളാ, ഞാൻ പിടിച്ചു നിർത്തിയതാ. ഒന്നുമില്ലല്ലോ? ഇനിയും കാണുന്നു ഇവിടെ ഉണ്ടല്ലോ. യു ആർ ഹിയർ ഫോർ നെക്സ്റ്റ് 3-4 days. അടുത്ത 3 ദിവസം കൂടി ഞാൻ ഇവിടെ ഉണ്ട്. അത് കുറച്ച് ആധ്യാത്മികമായിട്ടുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ സംസാരിക്കുന്നതാണ്. നിങ്ങളുടെ പാരൻസിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ വരാം, നിങ്ങൾക്കും വരാം. നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ഏജ്. എല്ലാവരും എല്ലാം പഠിക്കണം, എല്ലാ ക്ലാസ്സിലും ഇരിക്കണം എന്നാണ്. എൻ്റെ ക്യാമ്പൊക്കെ നടക്കുമ്പോൾ ഹോൾ ഫാമിലി, ടീച്ചേഴ്സും സ്റ്റുഡൻസും പാരൻസും ഒക്കെ വരും, എൻ്റെ കൂടെ ഉണ്ടാവും. ഓക്കെ, റൈറ്റ്.